സാധനം പോലും പെരയ്ക്കകത്തില്ല. സർവ്വ സാധനങ്ങളും പോയി. കണ്ടോ വീടിൻ്റെ അവസ്ഥ കണ്ടോ? പെരയ്ക്കകത്ത് ഇതിനെക്കാട്ടും മോശമായിട്ടുള്ള അവസ്ഥയാണ്. മെമ്പറാണെങ്കിൽ പറഞ്ഞ് വില്ലേജിൽ ചെന്ന് ധനസഹായം കിട്ടും, അത് അവിടെ ചെന്ന് അപേക്ഷ കൊടുക്കണമെന്ന്. അവിടെ ചെന്നപ്പോൾ അവർ പറയുക ക്യാമ്പിൽ കിടന്നവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്കൊന്നും ഇല്ലെന്ന്. കൊച്ചുങ്ങൾക്കാണെങ്കിൽ ശ്വാസമുട്ടലും അസുഖമായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്യാമ്പിൽ കിടന്നു. ഇപ്രാവശ്യം പറ്റുകയില്ലാത്തതുകൊണ്ടാവും, പിള്ളേർക്ക് അതുപോലെ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ക്യാമ്പിൽ കിടക്കാൻ പറ്റിയില്ല. അപ്പം ആ കാര്യം എന്താവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർ പറയുന്നു അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. നിങ്ങൾ പടിഞ്ഞാട്ട് പോകുന്നുണ്ടല്ലോ. വെള്ളം പൂർണ്ണമായിട്ട് ഇറങ്ങിയില്ല, ഞങ്ങളുടെ മാത്രം ഇച്ചിരി ഇറങ്ങി. ഇനി അപ്പുറത്തോട്ട് കുറച്ച് ഇറങ്ങാനുണ്ട്. പിന്നെ മൊത്തം ചെളിയാണ്, പെരയ്ക്കകത്തോട്ടൊന്നും കയറാൻ മേല, ഭയങ്കര സ്മെല്ല്. പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും നശിച്ചു. സ്റ്റൗ വരെ ഒന്നും എടുത്ത് വെക്കാനുള്ള സമയം കിട്ടിയിട്ട് സ്റ്റൗ വരെ ചെള്ള പിടിച്ച് ഭയങ്കര, എല്ലാം ഗ്യാസ് കുറ്റി എല്ലാം മറിഞ്ഞ് താഴെ കിടക്കുക. പെരയ്ക്കകത്തങ്ങ് ഒരു സാധനമില്ല, എല്ലാം പോയി. ആ അത് ഞാൻ പറയാൻ പറ്റുമായിരുന്നു. എവിടെ വീട്ടിലോ? ഇങ്ങോട്ട് വരണോ? ഞാൻ അവിടെ നിൽക്കാം, അങ്ങ് വഴിക്ക് നിൽക്കാം. മീനെല്ലാം ചാടിപ്പോയി കാണും. മീന് സ്വർഗം കിട്ടി. ഇത് കണ്ടോ, മേളത്തെ ഒരു വീട് വെക്കാൻ വേണ്ടി അവർ ഷെഡ് കെട്ടിയത്. ആ ഷെഡെല്ലാം പോയി. അവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു. ഇത്രയും മുകളിൽ, ഞങ്ങളുടെ വീടിൻ്റെ ആ മുകളിൽ ജനലിൻ്റെ ആ മേളിൽ വരെ കയറി കേട്ടോ വെള്ളം. അകത്തെ കാര്യങ്ങളും കൂടെ കാണിച്ചു തരാവേ. കിണറിനകത്തെല്ലാം ചെളി വെള്ളം.